വാട്സ്ആപ്പ് ഗൈസ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണോ? സോ ടുഡേസ് വ്ലോഗ് ഈസ് ഓൾ അബൌട്ട് എ ബർത്ത്ഡേ പാർട്ടി. നമ്മൾ 5 ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇന്ന്. നമ്മൾ ജൂലൈ ബേബീസിന്റെ എല്ലാവരുടെയും ഡേറ്റ് ജൂലൈയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഹോസ്റ്റ് ചെയ്യാണ്. ഈവൻ ദോ വി കോൾ അവർ സെൽഫ് ജൂലൈ ബേബീസ്, നമ്മൾ എല്ലാവരും ഒരു 29, 30, 31 ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. ഏജ് ലൈക്ക് എ വൈൻ എന്നാണല്ലോ അല്ലെ? സോ ഹു ഈസ് കൗണ്ടിങ്? Anyways, so I'll take you along. Welcome to my YouTube channel. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് ഫുഡ് പിക്ക് ചെയ്യലായിരുന്നു. നമ്മൾ ഓൾറെഡി ബിരിയാണിക്കുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് പിക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെയും കളക്ട് ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങി. എല്ലാരെയും ഭീഷണിപ്പെടുത്തി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഹലോ പറയുക കേട്ടോ. ആസ് വി എക്സ്പെക്റ്റഡ് ട്രാഫിക് നമുക്ക് നല്ല പോസ്റ്റ് വന്നു. ഒരു 1.5 മണിക്കൂറാണ് ഇങ്ങോട്ട് യൂഷ്വലി എടുക്കുന്നതെങ്കിൽ ഒരു മോർ ദാൻ 2 hours എടുത്തു അവിടെ എത്താൻ. പിന്നെ ആകെ ഗുണം ഉണ്ടായത് ഈ ട്രാഫിക് കാരണം എനിക്ക് സുഖമായിട്ട് വണ്ടിയിലിരുന്ന് നെയിൽസ് ഒക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരാള് നെയില് പിടിക്കാനും വേറൊരാള് ഗ്ലൂ പിടിക്കാനും. റിച്ച് ലൈഫാണ്. കാറിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പൈസ ലാഭിക്കാം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഈ നെയിൽസിന് അപ്പോയിന്റ്മെന്റ് എടുത്താൽ നമുക്ക് $100 ഡിം. ഇതാകുമ്പോ $2 ഷീനിന്ന് പരിപാടി കഴിഞ്ഞു. ഇതൊന്നും ചെയ്യേണ്ട ഏയ് അതല്ലല്ലോ ജിബിനാപ്പി. ജിബിനാപ്പിക്ക് അറിയോ ഞങ്ങള് ഗേൾസിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഞങ്ങളുടെ 1 മാസത്തെ ചെലവും. അതെ, അതിന് ഈ ലിങ്കിലുള്ള വീഡിയോക്ക് മീനൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു കേട്ടോ. ഒരു 10 minutes 12 minutes സെറ്റായി. ഓൺ ദ ഗോ ഇത് ചെയ്യുന്നത് കൊണ്ട് അത്രയും പെർഫെക്ഷൻ വന്നില്ല. വീട്ടിലിരുന്ന് നല്ല വൃത്തിക്ക് ചെയ്യുന്നതിന്റെ അത്ര ഒരു പെർഫെക്ഷൻ വന്നില്ല. പക്ഷെ ജിബിനാപ്പയുടെ സ്മൂത്ത് ഡ്രൈവിംഗിൽ കാര്യങ്ങൾ വേഗം സിമ്പിൾ ആയി. അതേപോലെ ഈ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന അബീന്ദറിനും സഞ്ജയ് ചേട്ടനും സ്പെഷ്യൽ താങ്ക്സ്. അവരുടെ ഒരു ഹെൽപ്പും അസിസ്റ്റൻസും ഇല്ലായിരുന്നെങ്കിൽ നെവർ പോസിബിൾ. താങ്ക് യു. ഈ ഒരു അവസരത്തിൽ ഞാൻ പൊക്കി പറയുന്നതല്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ എല്ലാ ബോയ്സും നല്ല അടിപൊളി പിള്ളേരാണ്. ഭയങ്കര പേഷ്യൻസും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് എല്ലാവരും. അങ്ങനെ കഥയൊക്കെ പറഞ്ഞൊരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫൈനലി അവിടെ എത്തി. വന്ന പാടുക്കനെ നമ്മൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ ബാക്ക് യാർഡിലേക്ക് പോയി. അവിടെ ഒരു ടീംസ് നിന്ന് കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നു. വേറൊരു ടീംസ് അവിടെ നിന്ന് കുക്കിംഗ് ചെയ്യുന്നു. വേറൊരു ടീംസ് കഴിക്കുന്നു. പിന്നെ നമ്മുടെ 2 ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അവരുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു പാർട്ടിയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ് കേട്ടോ ഞങ്ങൾക്കിടയിൽ. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ പാർട്ടി ഞങ്ങൾ ഇതേപോലെ ഒരു കോസ്റ്റ്യൂം പാർട്ടിയാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്തത്. എല്ലാവരും ഓരോരോ കോസ്റ്റ്യൂം ഇട്ട് വന്നിട്ട് നമ്മൾ അത് വെച്ചുള്ള റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ആക്ച്വലി എൻ്റെ കയ്യിൽ അധികം ഫോട്ടോസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഞാൻ സ്റ്റോറി ആയിട്ട് ആഡ് ചെയ്ത ഹൈലൈറ്റ്സും കാര്യങ്ങളുമാണ് ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വിട്ടത്. ജസ്റ്റ് ഒന്ന് കാണിക്കാലോ എന്ന് വെച്ചിട്ട്. സോ ദാറ്റ് ഇനി ഞാനും ബാക്ക് തിരിഞ്ഞു പോയി ഈ ഒരു വീഡിയോയും കാര്യങ്ങളും നോക്കുമ്പോൾ ഇത് അവിടെ ഒരു മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ. ചെറിയൊരു സന്തോഷം കാണുമ്പോൾ അത്രേ ഉള്ളൂ. ഒരു റീലും കാര്യങ്ങളും ഒക്കെ ഇത്രയും ക്രിയേറ്റീവായി ചെയ്ത അച്ചായൻ ഒരു സ്പെഷ്യൽ താങ്ക്സ്. I hope you guys enjoyed that video even though that was all over the place. അപ്പോൾ coming back to our vlog. അല്ല പിഞ്ച് മക്കളുടെ കളിയാണ് കാണുന്നത്. നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി. എല്ലാരും അലം പോകുന്നതിന് മുമ്പ് എല്ലാരെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. Come on. ഇവരെന്താണ് ആദ്യം പരിചയപ്പെടുത്താം. മുന്നാമ്പറം കാണിക്കില്ല. തീരെ പൊക്കമില്ലാത്തൊരു കുഞ്ഞു മനുഷ്യനാണ്. നമ്മള് 30കളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു ജെൻസിയാണ് ഇവൻ. ജെൻസിയാണ് ഇവൻ. പരിചയപ്പെടുത്തി പേരൊക്കെ പറ. എന്നെ പറ്റി 2 വാക്ക് പറഞ്ഞു. ചീത്ത നീ പോടാ.
ഓക്കെ ഗൈസ്, അപ്പൊ ആരൊക്കെയോ താഴെ ഒളിഞ്ഞിരിപ്പുണ്ട്, നമുക്ക് അത് ആരാന്ന് നോക്കാം. ഇതാണ് അലിബേബോ, അലീന അലിബേബോ എന്ന് ഞങ്ങൾ വിളിക്കാം. ഈ ഗ്രൂപ്പിലെ ബേബോ ഞാനാണ്. ഞങ്ങളൊരു കുന്തിയും കോസിറ്റും ബന്ധമാണ് ഗൈസ്. അതെ, ആദ്യം ക്ലാസ്സിൽ കണ്ടപ്പോ തൊട്ട് ക്ലാസ്മേറ്റ്സ് ടു ക്ലാസ്മേറ്റ്സ് ബന്ധമാണ് ഞങ്ങളുടെ. ഒരു എത്ര വർഷമായി? ഒരു 7 years ആയി. ഞാനും എന്റെ ഭർത്താവിനെക്കാട്ടും ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങളുടെ ലോങ്ങർ, ഞങ്ങളുടെ ലോങ്ങർ. ഈച്ച അടിച്ചിരിക്കുന്ന ജിനുമോളെ നമുക്ക് പരിചയപ്പെടാം. ഹലോ, സിനിമോള് ഭയങ്കര സൂപ്പറാണ്, പാവമാണ്. പിന്നെ സിനിമോളെ ഒരു 10 മിനിറ്റ് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ കോമഡി ഐറ്റംസ് കിട്ടും. സിനിമകൾക്ക് മാത്രമുള്ള ഒരു പല ടൈപ്പ് എക്സ്പ്രഷൻ ഉണ്ട്. ഞങ്ങളുടെ എക്സ്പ്രഷൻ ക്യൂനാണ്. ഇപ്പൊ ഒന്നും വരത്തില്ല, ക്യാമറയുടെ മുമ്പിലൊന്നും വരത്തില്ല. ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എങ്ങനെ പോകുന്നു നിന്റെ പഠിത്തമൊക്കെ? നന്നായി പോകുന്നു. നന്നായി പോകുന്നു. മരുന്ന് വേണമെങ്കിൽ കാശ് കൊടുത്ത് പിടിക്കാം. നമുക്ക് ഇവിടെ കുറെ നാളായിട്ട് ഫാമിലി ഡോക്ടറിനെ നോക്കിയിരുന്ന് ഒന്നും കിട്ടാണ്ടിരുന്ന ലാസ്റ്റ് സിനിമകളുടെ ഫാർമസിയിൽ നമുക്ക് ഫാമിലി ഡോക്ടറെ സെറ്റ് ആയി കിട്ടി. ആ ഡോക്ടർ, പുതിയ ഡോക്ടർ വന്നോണ്ട് ആ ഡോക്ടർ ഓക്കെ ആയിരുന്നു, അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആയിരുന്നു, അങ്ങനെ സെറ്റ് ആയി. യാ, സോ അതാണ് സിനിമോള്. പിന്നെ സിനിമോള്, പിന്നെ ഡിനിമോള്. വാ, വാഴക്കുളണ്ടിനി ഫ്രം ലാൻഡ് ഓഫ് പൈനാപ്പിൾസ്. വാഴക്കുളത്തുനിന്നാണോ വന്നേക്കണേ? വാഴക്കുളണ്ടിനി അല്ല, ചുമ്മാ പറഞ്ഞല്ലോ, സത്യമായിട്ടും. അതെ, ഞാൻ സത്യമായിട്ടും. അപ്പൊ പൈനാപ്പിളിനെ പറ്റി ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സിനിമകളോട് ചോദിച്ച സിനിമകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ പൈനാപ്പിൾ നിന്ന് നാക്ക് ചൊറണെന്നുണ്ടോ? എടാ, ചൊറിയന്മാർക്ക് ചൊറിയും, നിനക്ക് ചൊറിയുള്ളത് കൊണ്ട്. 7 years ആയിട്ട് നമുക്ക് പരിചയമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഈ വീട് സിനിമകളുടെ ആണ് കേട്ടോ. ഐ മീൻ നമ്മുടെ എല്ലാവരുടെയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയാണ്. അപ്പൊ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ ഞങ്ങളെ ഒരു മടിയും കൂടാതെ ഞങ്ങൾക്ക് വയറു നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് സിനിമകളല്ല, ബോണലേട്ടൻ, സിനിമകളുടെ ഭർത്താവ്. പക്ഷേ നമുക്ക് അത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. ഞങ്ങൾ അതുപോലും ചെയ്യാറില്ല. വന്ന് അലമ്പാക്കി പാർട്ടിയാക്കി പോത്തേ ഉള്ളൂ. പക്ഷെ ഇവരാണ് കേട്ടോ, ലൈക്ക് എപ്പോഴും മോർ ദാൻ വെൽക്കം ആയിട്ട് ഭയങ്കര വെൽക്കമിങ് ആണ് ഇവര്. സോ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇതാണ് പാർവതി, പാറു, ഇവിടുത്തെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. കാനഡയിൽ വന്ന നാള് തൊട്ട് ഒരു മടിയില്ലാതെ പട്ടിപ്പണി. ലൈക്ക് പാറുവിന് ഈ വെറുതെ ഇരുന്ന് ഓഫീസ് ജോലി, പിന്നെന്താ കമ്പ്യൂട്ടറിൽ കുത്തിയിരുന്നുള്ള പണിയൊന്നും പാറുവിന് പറ്റില്ല. പാറുവിന് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജോലി മാത്രമേ പറ്റുള്ളൂ. പിന്നെ പാറുവിനെ പറ്റിയ ചെക്കന്മാരുണ്ടെങ്കിൽ ലൈക്ക് കമന്റ് ബിലോ, ആരുടെയെങ്കിലും ഒക്കെ പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ ടാഗ് ബിലോ. ഇതാണ് One eternity later. ഇവിടെ ആര് വന്നാലും എല്ലാവരെയും കൊണ്ട് ബോണലേട്ടൻ ഹെഡ് മസാജ് ചെയ്യും. ഓക്കെ, ബോണലേട്ടൻ ഞാൻ പറഞ്ഞ പോലെ ഡിനി, ബോണലേട്ടൻ ഇവരുടെ എല്ലാം വീടാണ്. ഇത് ചക്കര അല്ല, ശരിക്കും സീരിയസ്ലി ചക്കരയാണ്. യെസ്, ചക്കരയാണ്. നമുക്ക് എപ്പോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും യൂഷ്വലി നമ്മള് എന്താ പറയാ, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി തരുന്നത് ഫുള്ള് ഒരു മടിയില്ലാതെ എപ്പോ വന്നാലും ഫുഡ് ഉണ്ടാക്കി തരുന്നത് ബോണലേട്ടനാണ് കേട്ടോ. ബോണലേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു റിയൽട്ടറാണ്. ആർക്കെങ്കിലും ഈ വീഡിയോ ആകെ 10 പേരെ കാണുന്നുള്ളൂ, ബട്ട് ആ 10 പേരിൽ ആർക്കെങ്കിലും വീഡിയോ എത്ര പേരെ കാണുന്നുള്ളൂ, ബട്ട് ആർക്കെങ്കിലും ഇനി, പക്ഷെ ആർക്കറിയാം നാളെ 1 million അടിച്ചാലോ, അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വീട് കാനഡയിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ബോണൽ ആൻഡ് അമലേട്ടൻ. അമലേട്ടൻ ഞാൻ ഉടനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇത് അമലേട്ടന്റെ വൈഫ് അനുമോള്, പിന്നെ അഞ്ജു ചേച്ചി. പിന്നെ അമലേട്ടൻ വന്നിട്ട്, അമലേട്ടനും ഒരു റിയൽട്ടർ ആണ്. ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു. ഡീറ്റെയിൽസ് എന്താ, റിയൽട്ടർ ആണ്. അത് തന്നെ മെയിൻ ഡീറ്റെയിൽസ്. അത്യാവശ്യം ആൾക്കാർക്ക് എന്നെ കണ്ടറിയണവരുണ്ടാവും, അങ്ങനെയാണെങ്കിൽ നല്ലത്. അപ്പൊ പറഞ്ഞ പോലെ 10 പേര് അല്ലാതെ 11ാമത്തെ ഒരാള് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വീട് വാങ്ങണമെങ്കിൽ അമലേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അമലേട്ടൻ, ബോണലേട്ടൻ. പിന്നെ അമലേട്ടൻ വീട് വെക്കുമെങ്കിൽ സ്റ്റാറി നമുക്ക് മോർഗേജ് സെറ്റ് ആക്കി തരും. സ്റ്റാറി മോർഗേജ് ഏജന്റ്. ഞാനൊരു മോർഗേജ് ഏജന്റ് ലെവൽ 1 ആണ്. നിങ്ങളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് മേടിക്കാനുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. പിന്നെ എന്നെ പറ്റി എന്തെങ്കിലും 2 വാക്ക്.
ആരുതിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആരുതില് ഭയങ്കര എനർജറ്റിക് ആണ്, ചാടി ചാടി നിൽക്കുന്നതാണ്. അത് നിങ്ങൾക്ക് എന്തായാലും അറിയാം, വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അതിനെ എന്തായാലും വീഡിയോ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരുതിലിനെ പറ്റി പ്രത്യേകിച്ച് ആരും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ആക്റ്റീവ് ആണ്, വൈബാണ്. നല്ലൊരു യൂട്യൂബ് ചാനൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ്സും ഭയങ്കര ക്വാളിറ്റി കണ്ടന്റ്സ് ആണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബേസിലേട്ടൻ ആൻഡ് ഫാമിലി. ബേസിലേട്ടന്റെ പപ്പയും മമ്മിയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. പാപ്പ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എന്റെ പേര് ബെന്നി വർഗീസ്. ഞാൻ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് പല്ലാരിയംകുളം എന്ന പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകളാണ്. ഓക്കെ, താങ്ക് യു. എന്റെ പേര് ലൗലി ബെന്നി. ഞാൻ ഈ പറഞ്ഞ പോലെ കോതമംഗലം പഞ്ചായത്തില് കോതമംഗലം താലൂക്ക്, കോതമംഗലത്ത് നിന്ന് കൊല്ലായിരം മങ്ങ. കാനഡ എങ്ങനെയുണ്ട്? ഇത്രയും വന്നിട്ട് ഇത്രയും ദിവസം ആയതിൽ കാനഡ നാട്ടിൽ തിരിച്ചു പോകണമെന്നുണ്ടോ അതോ ഇവിടെ നിക്കണം എന്നാണോ? നാട്ടിൽ തിരിച്ചു പോകണമെന്നൊക്കെ ഉണ്ട്. ഇവിടെ നല്ലതാണ്, കണ്ടിടത്തോളം എൻജോയ് ചെയ്ത് നന്നായിട്ട് പോയായിരുന്നു. വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? വലിയ കുഴപ്പമില്ലായിരുന്നു. യാത്രയുടെ ഒരു ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ ചോദ്യം ചോദിച്ചതിന് നമ്മൾ പറയേണ്ടത്, നമ്മുടെ കേരളം എന്ന് കേൾക്കുമ്പോ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്നാണെങ്കിലും തിരിച്ചു പോകും, വീണ്ടും വരാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഇത് വരുത്തും. ഓക്കെ, ഇത് ബേസിലേട്ടൻ കുറച്ചു നേരത്തേക്ക് ക്യാമറമാൻ ആയിരുന്നു. ബേസിലേട്ടനാണ് കേട്ടോ എന്റെ ഒട്ടുമിക്ക വീഡിയോസും ലൈക്ക് ഇങ്ങനെ വേറൊരാള് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ ബേസിലേട്ടൻ നല്ല രീതിയിൽ ബേസിലേട്ടനും ജിനും രണ്ടുപേരും എന്റെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ എന്റെ ലൈറ്റ് ഗേളും ജിനുമോളും ക്യാമറമാൻ ബേസിലേട്ടനും ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആണ്, നന്നായിട്ട് വീഡിയോസ് എടുക്കും, ഫോട്ടോസ് എടുക്കും, എഡിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു ഓവറോൾ ഒരു കില്ലാടിയാണ് ബേസിലേട്ടൻ. പിന്നെ ജിനുമോളും ഞാൻ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. എല്ലാവരും ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഒറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഇത്രയും ഫാമിലി ആയിട്ട് പിള്ളേരും കാര്യങ്ങളും എല്ലാവരും വന്നിട്ടുണ്ടെങ്കിലും വേറിട്ട ഒരു നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യകത അനുസരിച്ച്, ആ കാലഘട്ടത്തിന്റെ ആവശ്യകത അനുസരിച്ച് അതിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരു ലേഡിയാണ്. താങ്ക് യു. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഇവർക്കിടെ വീഡിയോ ചാനലിന് ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു. അതവിടെ നിക്കട്ടെ, നീ ഏതാ പേഴ്സൺ സഞ്ജയ് ചേട്ടന് ഞാനും ഈ പറയുന്ന പോലെ തന്നെ 2018 കാനഡയിൽ വന്ന് നമ്മള് ഒരു ക്ലാസ്സില് ഒരു ബെഞ്ചില് ഒരു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചക്കരൂന്റെ ചക്കര ഞാനാണ്. അത് അത്രേ ഉള്ളൂ. 7 കൊല്ലത്തെ ഒരു ബന്ധമാണ് സഞ്ജയ് ഞാനുമായിട്ട്. അപ്പൊ നമ്മുടെ എല്ലാ പരിപാടിക്കും, നമ്മുടെ കയറി താമസം, കല്യാണം, പിന്നെന്താ ബർത്ത്ഡേ, ആനിവേഴ്സറി, അങ്ങനെ എല്ലാ പരിപാടിക്കും സഞ്ജയ് ചേട്ടൻ ഒരു വലിയ ഭാഗമാണ് ഞങ്ങൾക്കിടയിൽ. സഞ്ജയ് ചേട്ടന് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വളരെ നന്ദിയുണ്ട് ഇത്രയൊക്കെ പറഞ്ഞതിന്. ഓക്കെ, സഞ്ജയേട്ടൻ എന്നെ പറ്റി എന്തെങ്കിലും ഒരു 2 നല്ല വാക്ക് വേണമെങ്കിൽ പറഞ്ഞു. നല്ല വാക്കേ പറയുള്ളൂ, മോശമൊന്നും പറയരുത്. ചുമ്മാ പറഞ്ഞോട്ടോ, ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഇവിടെ പ്ലാനിങ് കമ്മിറ്റിയാണ് ഞങ്ങളുടെ. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇവളുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഇവിടെ റിസർച്ചുകളൊക്കെ നടത്തി അതിനുള്ള കറക്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് യാത്ര ചെയ്യാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും എല്ലാത്തിനും ഞങ്ങളുടെ സ്വന്തം ഗൈഡാണ്. ഓക്കെ, അപ്പൊ എല്ലാരെ പറ്റി ഞാൻ എന്നെ പറ്റി 2 വാക്ക് ചോദിപ്പിക്കുന്നതിന്റെ കാരണം തന്നെ ആരും വീഡിയോയിൽ മോശം പറയില്ല, നല്ല 2 വാക്ക് പറയും. ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കി പറയുന്നുള്ള വിശ്വാസത്തിലാണ്. യങ് ലുക്കിംഗ് എനർജറ്റിക് അബി മാലിക് ജോർജ്. യെസ്, എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ? ആർദിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഒക്കെ വെറൈറ്റി വീഡിയോസ് ആണ്. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കമന്റ് ചെയ്യുക. ബാക്കിൽ നിന്ന് ക്യാമറമാൻ ഇതൊന്നും പറഞ്ഞെടുത്ത് പറയിപ്പിക്കുന്നതല്ല. അതെ, അതും പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു. ഇത്രയും പേരെ പരിചയപ്പെടുത്തിയത് ഞാനല്ല. ഒരു വെറൈറ്റിക്ക് ഞാന് ഗ്രാസിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗ്രാസി ആയിരിക്കും ഇനി നമ്മുടെ അശ്വിൻ ആൻഡ് ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് അശ്വിന്റെ വൈഫ് അലീന, ഇത് അശ്വിന്റെ ഫാദർ, അശ്വിന്റെ മദർ. ഓക്കെ, ഇനി അശ്വിനെ മൈക്ക് കൈമാറാണ്. അശ്വിന് കാനഡ വന്നിട്ടുള്ള അനുഭവങ്ങളും, അല്ലെങ്കിൽ ഇപ്പൊ പേരൻസ് ജസ്റ്റ് വന്നേക്കാണ്, അപ്പൊ അവരെ കൊണ്ടുള്ള അനുഭവങ്ങളും പറയുകയാണ്. ഫാമിലിയിൽ കാനഡയിൽ വന്നിട്ട് ഇപ്പൊ 8-9 വർഷമായി. ഒരു വലിയൊരു ഫാമിലിയാണ്, അടിപൊളിയാണ്, എല്ലാവരും അടിപൊളിയാണ്. ആരുതിൽ വളരെ അടിപൊളിയാണ്, ചാമിങ് ആണ്.
ഇതിപ്പോ ഈ ചാനലിൽ വരാൻ പോകുന്നത് AD വ്ളോഗ്സ് ഇതിലാണ്. നിങ്ങൾ എല്ലാവരും ഇത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ അടിപൊളി ചാനലാണ്. വെറൈറ്റി കണ്ടന്റ്സ് ആണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും കോമഡി ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതെ, AD വ്ളോഗ്സ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പപ്പനെ കണ്ടാൽ അറിയാം അങ്കിളിന് എന്തോ പറയാനുണ്ടോ, നമുക്ക് ചോദിക്കാം. ഹലോ, അശ്വിന്റെ പപ്പയാണ്. എന്റെ പേര് ജോസ്. ഞങ്ങളുടെ വീട് ചാലക്കുടി അടുത്തുള്ള കൊരട്ടി എന്ന പ്രദേശമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊരട്ടിമുത്തി വളരെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതാണ് ഞങ്ങളുടെ ഇടവകപ്പള്ളി. ഞങ്ങളിവിടെ കഴിഞ്ഞ 30-ാം തീയതിയാണ് കാനഡയിൽ എത്തിയത്. കാനഡയിലെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വളരെ സഹകരിച്ചു പോകുന്നു. വളരെ നല്ലൊരു കാലാവസ്ഥയും അന്തരീക്ഷമാണ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഏത് രീതിയിലാകുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും ഇപ്പൊ കേരളത്തിലെ കാലാവസ്ഥയാണ്. അപ്പോ കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയും ഇഫ് ദർ ഇസ് എ പാരഡൈസ് ഇൻ ദർ ഇറ്റ് ഈസ് ദിസ് എന്ന്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തോന്നുന്നത് കാനഡയാണ് ഇവിടുത്തെ പാരഡൈസ് എന്നാണ്. പക്ഷെ ഇനി സെപ്റ്റംബർ കഴിയുമ്പോൾ അവസ്ഥയൊക്കെ മാറാം. എന്തായാലും ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല ഹാപ്പിയാണ്. കാലാവസ്ഥയും മറ്റുള്ളതായിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് പോകുന്നു. ഫുഡൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഞങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ഞങ്ങൾ കനേഡിയൻ ഫുഡ് കഴിക്കുന്നത്. പുറത്ത് പോകുമ്പോൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. വീട്ടിലെപ്പോഴും നമ്മുടെ കേരള സ്റ്റൈലിലാണ് പോകുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് കാനഡയ്ക്ക് വന്നു എന്നുള്ള ആ ഒരു പ്രതീതി ഇപ്പോഴും ജനിച്ചിട്ടില്ല. ഇപ്പോഴും കേരളത്തിലാണ് എന്നുള്ള ആ ഒരു പ്രതീതിയിലൂടെയാണ് പോകുന്നത്. ആരതിയുടെ ഈ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതന്നെ എനിക്കും പറയാനുള്ളത്. നമ്മുടെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട്, കീർത്തി ആൻഡ് ഹെർ ഹസ്ബൻഡ് അഖിൽ. അങ്ങനെ വെൽക്കം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സ്ഥിരം കുട്ടികളാണ്. ബട്ട് സ്റ്റിൽ ഓക്കെ. അപ്പൊ ഇതില് വീഡിയോയിൽ വരാത്ത കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ അവര് അത്രയും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ ഷൂട്ട് ചെയ്തില്ല. അപ്പൊ നമ്മുടെ ഫാമിലി ഇതൊക്കെ തന്നെയാണ്. ബാക്കി വീഡിയോയിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. റിയൽ ഫൺ ബിഗിൻസ് ഹിയർ. നമ്മളിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത് പാസിംഗ് ദ വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. എല്ലാവരുടെയും മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ഇതൊരു 18+ കണ്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മലയാളം നിഘണ്ടുവിലുള്ള നല്ലൊരു വേർഡ് തന്നെയായിരുന്നു ഇത്. പക്ഷെ എല്ലാരും പാസ് ചെയ്ത് വന്നപ്പം അത് ഇങ്ങനെ ആയിന്ന് മാത്രം. നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇത് ആക്ച്വലി ഒരു വലിയ സംഭവമൊന്നും അല്ല. ഇതിനു മുന്നേ നമ്മൾ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടും ഇങ്ങനത്തെ ഫൺ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോ പേരൻസ് പാവങ്ങൾ ഇതിന്റെ ഇടയിൽ പെട്ടുപോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ വേർഡ് കേട്ടിട്ട് ആക്ച്വലി അമലേട്ടനൊക്കെ ചിരി വന്നിട്ട് ഒന്നും പറയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ടൈം ടു റിവീൽ ദ ബേർഡ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു. ആ ഒരു ക്ഷീണം തീർക്കാൻ നമ്മൾ കുറച്ചു നേരം ഡാൻസ് ഒക്കെ ഇട്ട് വൈബ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം വീഡിയോയിൽ കണ്ട പിള്ളേരേ അല്ല ഞങ്ങൾ കണ്ടോ എന്ത് കാം ആൻഡ് സൈലന്റ് ആയിട്ടായിരിക്കുന്നതെന്ന്. കാരണം എന്താ, ഫുഡ് വന്നു. നെക്സ്റ്റ് നമ്മൾ കളിച്ച ഈ ഒരു ഗെയിമിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഒരു വട്ടം കെട്ടിയിട്ടിട്ട് അതിൽ കണ്ണ് കെട്ടി ഒരാളെ നിർത്തും, ഓരോ പടിയും കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ അടിക്കുന്ന ആളായിരിക്കും നെക്സ്റ്റ് ക്യാച്ചർ. ദിസ് ഗെയിം വാസ് ഓൾസോ ഫൺ. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച മറ്റൊരു ഗെയിം ആയിരുന്നു ഇത്. ഇതില് വന്നിട്ട് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആള് ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റെപ്പ് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് ഇങ്ങനെ പാസ് ചെയ്യും. എന്നിട്ട് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് ഫൈനലായിട്ട് ആ സ്റ്റെപ്പ് കാണിക്കും. അപ്പം ആരാണോ ആ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആ സെയിം സ്റ്റെപ്പ് ആയിരിക്കണം ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ അത് കളിച്ച് കാണിക്കേണ്ടത്. ബട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കാണിച്ച സ്റ്റെപ്പേ അല്ല പാസ് ചെയ്ത് വന്നത്. എല്ലാവരും അവരവർക്ക് തോന്നുന്ന രീതിയിൽ ഓരോ ഇംപ്രവൈസേഷൻസ് നടത്തിയിട്ടുണ്ട് സ്റ്റെപ്പിൽ. ദിസ് ഗെയിം വാസ് സോ മച്ച് ഫൺ. പിന്നെ ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ പേരൻസും 4 പേരൻസും ഈ ഒരു ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മച്ച് ഫൺ ഗൈസ്, വി ഹാഡ് സോ മച്ച് ഫൺ.
ഈ ഡാൻസ് സ്റ്റെപ്പിന്റെ ഒറിജിനൽ വേർഷൻ ഒന്ന് കാണാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അന്നും ഇന്നും നമുക്ക് അന്താക്ഷരി വിട്ടിട്ട് ഒരു കളിയില്ല. നമ്മൾ 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അന്താക്ഷരി കളിച്ചു. ദാറ്റ് വാസ് ഓൾസോ ഫൺ. നേരെ ഇരുട്ടിയതുകൊണ്ട് ഇനി അവിടെ നിന്ന് കൂകി വിളിച്ചാ ഒരുപക്ഷെ നാട്ടുകാര് പോലീസുകാരെ വിളിക്കുമോ എന്നുള്ള പേടിയിൽ ഞങ്ങൾ മെല്ലെ അകത്ത് കയറി. ബൈ ദ ബൈ, ദിസ് ഈസ് അവർ ബർത്ത്ഡേ കേക്ക്. അപ്പൊ ആഫ്റ്റർ കേക്ക് കട്ടിങ് നമ്മൾ ഫുഡ് കഴിച്ചു. അതിന്റെ ഒരു ബഹളമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി ഇവിടെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കുവേ. കാരണം എല്ലാവർക്കും ഫുഡ് കിട്ടി, എല്ലാവരും സെറ്റിലായി. ഇത്രയും നേരം ഒരു സർക്കസിന്റെ ഇടയിൽ വന്ന പെട്ട പ്രതീതിയാണെങ്കിൽ ഫുഡ് വിളമ്പി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഭയങ്കര കാം, സൈലന്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ പീപ്പിൾ ആണ്. അങ്ങനെതാ 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് ബൈ പറയാൻ സമയമായി. ഈ ഒരു ബൈ പറച്ചതിന്റെ സർക്കിൾ ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ കറങ്ങും. ഒരിടത്ത് വന്ന് ബൈ പറയും, പിന്നെ മറ്റിടത്ത് പോയി ബൈ പറയും, പിന്നെ കെട്ടിപ്പിടിച്ച് ബൈ പറച്ചിലായി. അങ്ങനെ കറങ്ങിയും തിരിഞ്ഞും മാറിയും കറങ്ങിയും ഒരു 10,000 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ പറയും എല്ലാരും. That's all about today's video. Thank you so much for watching.